പാർലമെന്റ് എന്നത് വെറുമൊരു നോട്ടീസ് ബോർഡല്ല. കേന്ദ്ര സർക്കാരിന്റെ ഏകപക്ഷീയമായ നിലപാടുകൾക്കെതിരെ കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ ഉന്നയിച്ച ഈ ഒരു ചോദ്യം മാത്രം മതി രാജ്യത്തെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ആഴം വ്യക്തമാകാൻ. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച മുതൽ അയോധ്യയിലെ രാമക്ഷേത്ര ഫണ്ട് തട്ടിപ്പ് ആരോപണം വരെയുള്ള സാധാരണക്കാരെയും യുവാക്കളെയും നേരിട്ട് ബാധിക്കുന്ന അതീവ ഗുരുതരമായ വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ച പോലും അനുവദിക്കാത്ത ഭരണകൂടത്തിന്റെ നിലപാടിനെതിരെയാണ് തരൂർ ഇപ്പോൾ ആഞ്ഞടിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ട ശശി തരൂർ സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങളെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. ഭരണപക്ഷത്തിന് തോന്നുമ്പോൾ ചില ബില്ലുകൾ പ്രഖ്യാപിക്കാനും അത് കണ്ണടച്ച് പാസാക്കിയെടുക്കാനുമുള്ള ഒരു സ്ഥലം മാത്രമായി പാർലമെന്റിനെ അധപ്പതിക്കരുതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ആശങ്കകളും അവകാശങ്ങളും ശബ്ദവും ഉയർത്തപ്പെടേണ്ട പരമോന്നത വേദിയാകണം പാർലമെന്റ്. അവിടെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സർക്കാർ എന്തിനാണ് ഇത്രമാത്രം ഭയപ്പെടുന്നത്? കൃത്യമായ ഭൂരിപക്ഷമുണ്ടെന്ന അഹങ്കാരത്തിൽ പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷത്തിന് പറയാനുള്ളത് കേൾക്കാനും അവരുടെ കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളാനുമുള്ള ജനാധിപത്യപരമായ മര്യാദ സർക്കാർ കാണിക്കണം. രാജ്യത്തെ അസ്വസ്ഥമാക്കുന്ന ജനകീയ പ്രശ്നങ്ങൾ കേൾക്കാൻ പോലും തയ്യാറാകാത്ത ഒരു ഭരണകൂടം എങ്ങനെയാണ് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നതെന്ന ചോദ്യമാണ് തരൂർ ഉയർത്തുന്നത്. ഇതോടൊപ്പം തന്നെ കോക്രോച്ച് ജനതാ പാർട്ടി പാർലമെന്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിന് നേരെ പോലീസ് നടത്തിയ ക്രൂരമായ ലാത്തിചാർജിനെയും അദ്ദേഹം ശക്തമായി അപലപിച്ചു. സമാധാനപരമായ അഹിംസയുടെ മാർഗത്തിൽ പ്രതിഷേധിച്ച ആളുകൾക്ക് നേരെ ക്രൂരമായ ലാത്തി വീശിയതിന്റെ യുക്തി എന്താണെന്ന് തരൂർ ചോദിക്കുന്നു. ലാത്തിചാർജ് എന്നത് ഒരിക്കലും അഹിംസയുടെ രീതിയല്ല, അത് തികഞ്ഞ അക്രമവും ജനാധിപത്യ അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റവുമാണ്. എല്ലാവിധ കാഴ്ചപ്പാടുകളും കേൾക്കാനും ആരോഗ്യകരമായ സംവാദങ്ങൾ നടത്താനും അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കിച്ചു പരിഹരിക്കാനുമുള്ള വേദിയാകണം ജനപ്രതിനിധി സഭ. അത്തരം ഗൗരവകരമായ ചർച്ചകൾക്ക് ശേഷമായിരിക്കണം ഓരോ ബില്ലും പാസ്സാക്കേണ്ടത്. പാർലമെന്റ് സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ പരസ്പര സഹകരണം അത്യാവശ്യമാണ്. സർക്കാർ പ്രതിപക്ഷത്തെ മാനിക്കുകയും സഹകരിക്കുകയും ചെയ്താൽ പ്രതിപക്ഷവും സഹകരിക്കും. പ്രധാനപ്പെട്ട ജനകീയ വിഷയങ്ങളിൽ കൃത്യമായ ചർച്ചകൾക്ക് സർക്കാർ വഴങ്ങുകയാണെങ്കിൽ ബില്ലുകൾ പാസാക്കാൻ പ്രതിപക്ഷവും പിന്തുണ നൽകും. അധികാരത്തിന്റെ ശക്തി പ്രകടനമല്ല, മറിച്ച് പരസ്പരമുള്ള വിട്ടുവീഴ്ചകളും ജനാധിപത്യ മര്യാദകളുമാണ് പാർലമെന്റിന്റെ ജീവവാതകമെന്ന് ശശി തരൂർ അടിവരയിട്ട് പറയുമ്പോൾ അത് വിരൽ ചൂണ്ടുന്നത് നമ്മുടെ ജനാധിപത്യം നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയിലേക്കാണ്. വസ്തുതകൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഈ ന്യായമായ ആവശ്യങ്ങൾക്ക് മുന്നിൽ ഇനിയെങ്കിലും സർക്കാർ വാതിൽ തുറക്കുമോ, അതോ വിയോജന ശബ്ദങ്ങളെ അടിച്ചമർത്തി മുന്നോട്ട് പോകുമോ? വരും ദിവസങ്ങളിൽ രാജ്യം ഉറ്റുനോക്കുന്നത് ഇതിലേക്കാണ്.